മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ 2026 വൻ വിജയം തന്നെയായിരിക്കും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേടുക എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള അഭിഷേക് ബാനർജി വ്യക്തമാക്കി. കോൺഗ്രസിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ബംഗാൾ ജനതയ്ക്കിടയിലുമുണ്ട്. അവർ തൃണമൂൽ കോൺഗ്രസുമായി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ അനിവാര്യത കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്. 2011 പോലെ ഒരു സഖ്യം അത് അനിവാര്യമാണ് എന്ന രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് തൃണമൂലും ഇപ്പോൾ ചുവടുവയ്ക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ പോരാട്ടത്തിനിറങ്ങിയത്. എന്നാൽ ബംഗാളിലെ കോൺഗ്രസ് ഘടകവുമായി ഒരു സന്ധി സംഭാഷണത്തിലേക്ക് അവർ മുതിരുന്നില്ല. അതിന് നിരവധിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 29 സീറ്റുകളാണ് ബംഗാളിൽ മമതാ ബാനർജി നേടിയെടുത്തത്. കേവലം 12 സീറ്റിലേക്ക് BJP ഒതുങ്ങി. കോൺഗ്രസിനാകട്ടെ സ്ഥിരമായി ജയിക്കുന്ന സീറ്റായിട്ടുള്ള ബഹ്റാംപൂർ നഷ്ടമായി. അവിടെ യൂസഫ് പത്താൻ എന്ന കായിക താരം, അതായത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ച് കയറിയത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയെ ഒരു കാരണവശാലും വളരാൻ അനുവദിക്കരുത് എന്ന കൃത്യമായിട്ടുള്ള സന്ദേശം അഭിഷേക് ബാനർജി അണികളോട് പറയുന്നുണ്ട്. അക്രമ രാഷ്ട്രീയം BJP കൈമുതലാക്കി വയ്ക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ വേണ്ടി തീവ്രമായി ശ്രമിക്കുന്നത് അവർ അക്രമ രാഷ്ട്രീയം നടത്തുകയാണ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ വളരെ വൈകാതെ തന്നെ BJPയുടെ ഫാസിസ്റ്റ് നടപടി ബംഗാളിൽ എങ്ങനെയൊക്കെ നടപ്പിലാക്കാം എന്ന തീവ്രമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. വലിയ വിഭജനം ജാതീയമായി നടത്താൻ വേണ്ടിയുള്ള വർഗീയ ധ്രുവീകരണ കാർഡുമായി ഇറങ്ങിയിരിക്കുകയാണവർ. അതൊരു കാലത്തും ഐക്യത്തോടെ ജീവിക്കുന്ന ബംഗാളികൾക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല. കൃത്യമായിട്ടുള്ള ചടുലമായ നീക്കമാണ് അഭിഷേക് ബാനർജി നടത്തുന്നത്. മമതാ ബാനർജിയെ പോലെ തന്നെ വളരെയധികം ദൃഢസ്വരമാണ് അഭിഷേക് ബാനർജി ഉയർത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കോൺഗ്രസും തൃണമൂലും തമ്മിലുള്ള ഒരു സഖ്യത്തിന് കൃത്യമായിട്ടും AICCയുമായി ആലോചിക്കും എന്ന് നേരത്തെ തന്നെ മമതാ ബാനർജി വാക്കുകൊടുത്തതാണ്. വളരെ വ്യക്തവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്നും കേന്ദ്രത്തിൽ നിന്നും മോദിയെ താഴെയിറക്കാൻ ഏതൊക്കെ രീതിയിൽ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കണം എന്നുള്ളതിൽ അവർ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നുമാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന് വളരെയധികം നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഘടകകക്ഷികൾ ഒരു സംശയവുമില്ല അവരുടെ പിന്തുണ പിൻവലിക്കും. അവർ രാഷ്ട്രീയപരമായി വളരെയധികം അസംതൃപ്തിയിൽ തന്നെയാണ്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏറിപ്പോയാൽ 6 മാസം, അതിനകം ഈ രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്ന് മമതാ ബാനർജി തീർത്തും പറഞ്ഞിരിക്കുകയാണ്.